ഇന്നത്തെ നമ്മുടെ ശ്രീമതി ഉമ്മ തോമസ് MLA ഇന്നത്തെ അപ്ഡേറ്റ് പറയാനായിട്ടാണ്. ഇന്ന് രാവിലെയും നമ്മൾ അസസ് ചെയ്തു. പേഷ്യന്റ് സ്റ്റേബിൾ ആണ്. ഞാൻ ഇന്നലത്തേക്കാളും വേണമെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആണ് പേഷ്യന്റ്. പക്ഷേ നമുക്ക് വീൻ ചെയ്യാൻ വെന്റിലേറ്റർ എല്ലാവർക്കും അറിയേണ്ടത് എന്നാണ് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ്. അതിനാണ് നമ്മളും ശ്രമിക്കുന്നത്. അതിന് മാത്രം ചിലപ്പോൾ ഇത്രയും കൂടി സമയം വേണ്ടിവരും. പക്ഷെ ഇന്നത്തെ ഡെവലപ്മെന്റ് എന്താന്ന് വെച്ചാൽ ഇന്ന് എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു നീർക്കെട്ട്, ഇത്തിരി ഒരു വെള്ളക്കെട്ട് റൈറ്റ് സൈഡിൽ ഒരു 160 ml ഉണ്ടായിരുന്നത് ഇന്നൊരു 200+ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം ഒരു റിയാക്ഷണറി എഫ്യൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രോമയൊക്കെ കടന്നുപോയ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു എഫ്യൂഷൻ ആയിരിക്കാം. അതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു അലാമിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ അല്ല. പക്ഷെ വി ആർ വാച്ച്ഫുൾ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ആളുടെ റെസ്പിറേഷൻ പുള്ളി തന്നെത്താനെ എടുക്കുന്ന റെസ്പിറേഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത്. ഇന്നും ഒരു 60 to 70% മാഡം തന്നെത്താനെയാണ് റെസ്പിറേഷൻ എടുക്കുന്നത്. നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ്. ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കൺട്രോളായി തന്നെ പോകുന്നത്. പിന്നെ ഒരു HB ഡ്രോപ്പോ അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷനിലോ കിഡ്നി ഫംഗ്ഷനിലോ വലിയ വ്യതിയാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ 1 or 2 ഡേയ്സ്, നമുക്ക് എന്നാണെന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫുൾ എഫേർട്ട് എടുക്കുന്നത് വരെ വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യും. വെന്റിലേഷൻ ഉണ്ടായാലും അത് കഴിഞ്ഞാൽ CPAP, പിന്നെ അങ്ങനെ കുറച്ചൊരു എക്സ്റ്റൻഡഡ് പ്രോസസ്സാണ് അത്. അതിനകത്തോട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ മെഡിക്കൽ ബോർഡ്, ഇവിടുത്തെ എക്സ്റ്റേണൽ മെഡിക്കൽ ബോർഡ്, ദാറ്റ് ഈസ് ഗവൺമെന്റ് നിശ്ചയിച്ച മെഡിക്കൽ ബോർഡിന്റെ ഹെഡായ ഡോക്ടർ ജയകുമാർ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഹീസ് ദ ഹെഡ് ഓഫ് മെഡിക്കൽ സൂപ്രണ്ട് ഓഫ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മീറ്റിംഗ് പ്രോഗ്രസ് ഡിലേ ആയതും സാറായിട്ടുള്ള കമ്പൈൻഡ് മീറ്റിംഗ് എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പൊ സാറ് വന്നു, സാറും കണ്ടു, സാറും അസസ് ചെയ്തു. സാറും പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ആ പ്രോട്ടോകോൾ തന്നെ ഇങ്ങനെ തന്നെ പോയാൽ മതി, ഇത് തന്നെയാണ് കറക്റ്റ് വേ ഓഫ് ട്രീറ്റ്മെന്റ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇപ്പൊ ഒരു ആസ് ഐ സെഡ്, ക്രിട്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അതീവ ഗുരുതരമല്ല, ബട്ട് ദെൻ ക്രിട്ടിക്കൽ ആണ്. സ്റ്റിൽ ഷീ ഈസ് ഔട്ട് ഓഫ് ദ വെന്റിലേറ്റർ. 24 hours കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ ക്രിട്ടിക്കൽ തന്നെയാണ്. ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. വെള്ളക്കെട്ട് ശ്വാസകോശത്തിന്റെ അടിയിൽ, ഇവിടെ ആ ശ്വാസകോശത്തിന്റെ അടിയിലായിട്ട് വരും. ബെറ്ററാണ്. ഷീസ് ഇന്ന് രാവിലെ മുതലാണ് നമ്മൾ ആ ട്രൈ ചെയ്തത്. കുറച്ചും കൂടി കൂടുതൽ ഷീസ് പുട്ടിങ് മോർ എഫേർട്ട്. ആൻഡ് ഇന്ന് പെയിൻ ഫ്രീയും ആണ്. ഇന്ന് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെയിൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാരിക്കുന്നുണ്ട്. സംസാരം എന്നല്ല, വിസ്പറിംഗ്, ഷീസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇന്നിപ്പോ നാക്ക് ഉണങ്ങുന്നു എന്ന് പറഞ്ഞു, വേദനയില്ല എന്ന് പറഞ്ഞു, പിള്ളേരെ ഇവരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഹോട്ടൽ വെള്ളം വേണം എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ബുദ്ധിമുട്ടുള്ളത് ആ ട്യൂബ് കിടക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ട്യൂബ് നമുക്ക് മാറ്റാൻ പറ്റില്ല, അതാണ് ടു ദ വേ. ഈ റോഡിലോട്ട് ഉള്ള ഈ റോട്ടിൽ അതാണ് ഇനി ഒരു ബുദ്ധിമുട്ടുള്ളത്. അത് വേഗം എടുക്കാന്നുള്ളതാണ് നമ്മളും ട്രൈ ചെയ്യണത്. പക്ഷെ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതെന്തായാലും 2-3 ദിവസം കൂടി എടുക്കുമായിരിക്കും. പക്ഷെ ആസ് ഏർലി ആസ് പോസിബിൾ വി ആർ ട്രൈങ് ടു. തലച്ചോറായിട്ട് ബന്ധപ്പെട്ടത് വേഴ്സൺ ആയിട്ടില്ല. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോൺസ് തന്നെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ റീസെന്റ് മെമ്മറി, ഇന്ന് ഞാൻ ചോദിച്ചു ആ ഇവന്റിനെ കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷീ ഡസന്റ് റിമെമ്പർ മച്ച്. അപ്പൊ അതിന്റെ അർത്ഥം റീസെന്റ് മെമ്മറിക്കൊക്കെ അത് ഇത്തിരി ടൈം എടുത്ത് തന്നെ മാറുകയുള്ളൂ. അതെല്ലാം പെട്ടെന്ന് നമുക്ക് മാജിക് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ടൈം. അതാണ് നമ്മളും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. നമുക്കിപ്പോൾ എത്രത്തോളം ഒരിക്കലും ഡേറ്റ്, ഒരു കട്ട് ഓഫ് ഇതിന് പറയാൻ പറ്റത്തില്ല. ആസ് ഏർലി ആസ് പോസിബിൾ ഫ്രം ദ ട്യൂബ് റിമൂവലാണ് വെന്റിലേറ്റർ. നീർക്കെട്ട് മാറാനായിട്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും നമ്മൾ ആന്റിബയോട്ടിക് ഇതും കൊടുക്കുന്നുണ്ട്. ആ നീർക്കെട്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണമെങ്കിൽ ഒരു പിക്ടയിൽ എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ ട്യൂബോ സിറിഞ്ചോ ഇട്ട് എഫ്യൂഷൻ വേണമെങ്കിൽ എടുത്ത് കളയാം. പക്ഷെ അത് ഇപ്പോഴത്തെ നിലയിൽ അലാമിംഗ് അല്ല. കാരണം ഷീസ് ബ്രീത്തിങ്ങിനൊന്നും ഒരു എഫക്ട് ചെയ്യാത്തതുകൊണ്ട് വി ആർ നോട്ട് ടച്ചിങ് ദ. അത് തന്നെയാണ് സാറിന്റെ ഒക്കെ ഒപ്പീനിയനും. അതിന്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ ബ്രോങ്കോസ്കോപ്പിയും CT ഒന്നും ഇനിയും അങ്ങനെ വാറന്റഡ് അല്ല. നമ്മൾ എപ്പോഴും ഇടയ്ക്ക് പോയി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഡു ഇറ്റ്. സാറിന് എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ? ആൻഡ് വിഷ്ണു വാണ്ട് ടു സേ സംതിങ്. വിഷ്ണുവിന് എന്തോ പറയണം എന്ന് പറഞ്ഞു. ഇപ്പൊ വിഷ്ണു പ്ലീസ്. വന്നത് വെച്ച അമ്മേന്റെ അവസ്ഥ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. വിഷ്ണുവിനെ അത് എന്നോട് ചോദിച്ചു, നന്ദി പറയാറായോ എന്ന്. ഞാൻ പറഞ്ഞു നന്ദി എപ്പോ വേണേലും പറയാം.
ദൈവത്തിന്റെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങുമാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു പരിധിയേ ഉള്ളൂ. അതിന് മേലെയാണ് ദൈവം അവരുടെ ബ്ലെസ്സിങ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അത് തന്നെ ഞാനും പറഞ്ഞത്.